മെഴുവേലി ബാബുജി ക്രൈം ത്രില്ലർ ഗോശ്രീ മാഫിയ. ഉൾക്കടൽ ശാന്തമായിരുന്നു. ചെറിയ ഓളങ്ങൾ മാത്രം. മത്സ്യബന്ധനക്കാരുടെ വൻ തിരക്കൊന്നും അവിടെയില്ല. 2-3 ചൂണ്ടക്കാർ മാത്രം. നേരം പുലർന്ന് അധിക നേരമായില്ല. മഞ്ഞിനിടയിലൂടെ ബാലസൂര്യൻ്റെ മുഖം അവ്യക്തമായി കാണാം. തെക്കോട്ട് പോകുന്ന ഒരു കപ്പൽ. അതിൻ്റെ ഹോൺ കടലാകെ പരന്നുപോയി. തൻ്റെ ചെറിയ വള്ളത്തിൽ മലർന്ന് കിടക്കുകയായിരുന്നു ആൽബർട്ട്. അവൻ്റെ ചുണ്ടിൽ ഒരു ബീഡി എരിഞ്ഞുകൊണ്ടിരുന്നു. കരയിലേക്ക് മടങ്ങുന്ന പതിവ് സമയം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വേണ്ടത്ര കോള് കിട്ടിയിട്ടില്ല. അതാണ് മടങ്ങാത്തത്. വള്ളത്തിൽ 2 ചെറിയ സ്രാവുകൾ കിടപ്പുണ്ട്. ഒരു കാറ്റ് വീശി. അവൻ മുടി പിന്നോട്ട് ഒതുക്കി വെച്ചു. പിന്നെ എരിഞ്ഞു തീർന്ന ബീഡി വലിച്ചെറിഞ്ഞിട്ട് നിവർന്നിരുന്നു. ഒത്ത ഉയരവും വണ്ണവുമുള്ള ഇരുനിറക്കാരനാണ് ആൽബർട്ട്. അലസമായി തെറുത്ത് കയറ്റി വച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ കൈകൾ, തലയിൽ തോർത്തുകൊണ്ടൊരു വട്ടക്കെട്ട്, പിരിച്ചു വച്ചിരിക്കുന്ന കട്ടിമീശ. ആൽബർട്ട് പുരികത്തിന് മുകളിൽ കൈപ്പത്തി പിടിച്ച് ചുറ്റും നോക്കി. കപ്പൽ അകലെ എത്തിയിരിക്കുന്നു. അകലെ 1-2 വള്ളങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കരയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി പകൽ ചൂണ്ടക്കാർ എത്തിത്തുടങ്ങും. കടലിന് ഒരിക്കലും വിശ്രമമില്ലല്ലോ എന്ന് അവൻ ഓർത്തു. ചാകര വന്നാൽ കടലിൻ്റെ മക്കളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. പക്ഷേ കണ്ണും മനവും നിറഞ്ഞൊരു ചാകര കണ്ടിട്ട് കാലം എത്രയായി. മീനുകളെല്ലാം ഉൾക്കടലിൽ വച്ച് കോരിക്കൊണ്ട് പോകുകയല്ലേ. പക്ഷേ ചാകര കുറവാണെങ്കിലും ഒന്നിച്ചു കുറേ കാശ് കയ്യിലെത്തുന്നത് അന്നാണ്. അതൊരു സമയം തന്നെയാണ്. അതിനൊരു മറുവശം കൂടിയുണ്ട്. പട്ടിണി കൊണ്ട് ഞെളിപ്പിരി കൊള്ളുന്ന കാലം. ചൂണ്ടക്കയറൊന്നനങ്ങി ആൽബർട്ടിൻ്റെ ശ്രദ്ധ അങ്ങോട്ടായി. കള്ളക്കൊത്താണ്. പിന്നീട് അനക്കമൊന്നുമില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ സ്രാവും ചൂരയും മറ്റും കൂട്ടത്തോടെ അകന്നു പോയതുപോലെ വല്ലപ്പോഴും ഒരെണ്ണത്തിനെ കിട്ടിയെങ്കിലായി. തുറയിലുള്ള മറ്റു ചൂണ്ടക്കാർ പറയും, ആൽബർട്ടിനെ പേടിച്ചിട്ടാവും സ്രാവുകളൊന്നും ഈ വഴി വരാറേയില്ല. അഥവാ വഴിതെറ്റി വന്നാൽ തന്നെ അവൻ്റെ ചൂണ്ടയിൽ കുടുങ്ങുകയും ചെയ്യും. കനത്ത ഒരു സ്രാവിനെ കിട്ടിയ കാലം മറന്നു. ഒരു ബോട്ട് കുറേ അകലെ കൂടി പോകുന്നത് ആൽബർട്ട് കണ്ടു. അവൻ മടിയിൽ നിന്ന് ഒരു ബീഡി കൂടി എടുത്ത് ചുണ്ടത്ത് വെച്ചു. ബോട്ടിന് വേഗത കുറയുന്നത് പോലെ തോന്നി. അതിനു മുകളിൽ ആരൊക്കെയോ നിൽക്കുന്നത് അവ്യക്തമായി കാണാം. അത് ശരിയുമായിരുന്നു. ബോട്ടിന് മുകളിൽ ദീർഘകായനായ ഒരു മനുഷ്യനും മറ്റു ചിലരും നിൽപ്പുണ്ടായിരുന്നു. 6 അടിയോളം ഉയരവും അതിനൊത്ത വണ്ണവുമുള്ള ഒരാൾ. ജീൻസും ഷർട്ടുമാണ് അയാൾ ധരിച്ചിരിക്കുന്നതെന്ന് ആൽബർട്ടിന് തോന്നി. ചുണ്ടിൽ ഒരു സിഗരറ്റ് പുകയുന്നുണ്ടോ? ഉണ്ടായിരുന്നു. അയാളുടെ കുഴിഞ്ഞ കണ്ണുകളിൽ 2 വൈരക്കല്ലുകളുടെ തിളക്കം. 1 അടിയോളം നീളത്തിൽ നീട്ടി വളർത്തിയിരിക്കുന്ന പഞ്ഞി പോലെ നരച്ച താടി മുടിയുമായിരുന്നു അയാൾക്ക്. കാറ്റിൽ അവ ഇളകിപ്പറന്നു. ഒരാൾ കൂടി ബോട്ടിന് മുകളിലേക്ക് കയറി വന്നു. അയാളുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ചുറ്റുമുള്ള കടലിൽ ഏറെ നേരം വീക്ഷണം നടത്തി. അവസാനം ബൈനോക്കുലറിൽ ആൽബർട്ടും വള്ളവും തടഞ്ഞു. ആ ചുണ്ടിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഒരു ശബ്ദമുണ്ടായി. അയാൾ ബൈനോക്കുലർ ദീർഘകായന് കൊടുത്തു. അയാളും ആൽബർട്ടിനെ കണ്ടു. സ്കൗണ്ടറൽ. ഞെരിഞ്ഞ പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരഞ്ഞ വാക്കും ഒപ്പം സിഗരറ്റിൻ്റെ പുകയും പുറത്തു വന്നു. രണ്ടാമൻ ബൈനോക്കുലർ മറ്റുള്ളവർക്ക് നീട്ടി. അവരും ആൽബർട്ടിനെ കണ്ടു. ദീർഘകായൻ്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. കണ്ണുകളിൽ ക്രോധം തിളച്ചു. ഹെൻറിയെ വിളിക്ക്, അയാളുടെ കൽപ്പന. ഒരാൾ ബോട്ടിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരാളുമായി മുകളിലെത്തി. പറ്റേ വെട്ടിയ മുടിയും ക്ലീൻ ഷേവ് ചെയ്ത മുഖവുമുള്ള പൂച്ചക്കണ്ണൻ. പാൻറ് മാത്രമായിരുന്നു അയാളുടെ വേഷം. ഉറച്ച മാംസപേശികൾ. കഴുത്തിൽ കറുത്ത ചരടിൽ തൂങ്ങിക്കിടക്കുന്ന സ്വസ്തിക് ചിഹ്നം. അല്പം മെല്ലിച്ചതെങ്കിലും അസാധാരണ നീളമായിരുന്നു അയാൾക്ക്. ഹെൻറി, പഞ്ഞിപോലെ നരച്ച താടിയും മുടിയുമുള്ള ആ മനുഷ്യൻ വിളിച്ചു. അയാൾ തലയനക്കി. തോമസ്. ആ മനുഷ്യൻ ബൈനോക്കുലറുമായി നിന്ന ആളിനെ നോക്കി. വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ അയാൾ ബൈനോക്കുലർ ഹെൻറിയുടെ കയ്യിൽ കൊടുത്തു. പിന്നെ വടക്കുദിശയിലേക്ക് കൈ ചൂണ്ടി. ഹെൻറി ബൈനോക്കുലറിലൂടെ നോക്കി. അവനാണ് ആൽബർട്ട്. അന്ത്യവാചകം പോലെ പറഞ്ഞിട്ട് വൃദ്ധൻ താഴേക്ക് പോയി. ഹെൻറി തോമസിനെ നോക്കി. ബിസിനസ് ഉറപ്പിക്കാമല്ലോ? തീർച്ചയായും. പിന്നെയും 1 മണിക്കൂർ കൂടി കാത്തു കിടന്നപ്പോൾ ആൽബർട്ടിന് ഒരു സ്രാവിനെ കൂടി കിട്ടി. ഇനി മടങ്ങാം. അവൻ ചൂണ്ടക്കയറുകളും ഭാരത്തിനുപയോഗിച്ച കല്ലുകളും തടയുമൊക്കെ വള്ളത്തിലിട്ട് സൂര്യകിരണങ്ങളേറ്റ് ഓളങ്ങൾ തിളങ്ങാൻ തുടങ്ങിയിരുന്നു. തുഴയെടുത്ത് ആഞ്ഞാഞ്ഞു തുഴഞ്ഞു. നല്ല വിശപ്പ് തോന്നി. ഭക്ഷണം കരുതിയിരുന്നത് അകത്താക്കിയിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കൂറോളം തുഴഞ്ഞു കഴിഞ്ഞപ്പോൾ കടലോളങ്ങൾക്ക് ഇളക്കം കൂടി. ഒപ്പം കരയിലേക്കുള്ള വേഗതയും വർദ്ധിച്ചു. കടപ്പുറം സജീവമാണെന്ന് അകലെ വെച്ചേ അവൻ കണ്ടു. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന അനേകം പരുന്തുകൾ. ഇക്ബാൽ മുതലാളി മീൻകുട്ടകൾ ലോറിയിൽ കയറ്റുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. ആ അമ്പത്തുകാരനാണ് അവിടുത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ. ഒരു ഭാഗത്ത് ലേലം വിളി നടക്കുന്നു.
അവിടെ ഇക്ബാലിൻ്റെ ആളുകളുണ്ട്. കടൽക്കരയിൽ അയാൾക്ക് ഒരു ഓഫീസുമുണ്ട്. മിക്കവാറും അവിടെ തന്നെ അയാൾ കാണും. പാവങ്ങളോട് കരുണയുള്ള ഒരു മനുഷ്യൻ. കടൽക്കരയിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടിൻ്റെ ഭിത്തി ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും മേൽക്കുര ഭൂരിഭാഗവും ഓലമേഞ്ഞത് തന്നെ. ആൽബർട്ടിൻ്റെ വഞ്ചി കരയ്ക്കണഞ്ഞു. അതിനു ഉള്ളിൽ നിന്ന് അവൻ സ്രാവുകളെ പുറത്തെടുക്കും മുമ്പ് പതിവുകാർ ഓടിയെത്തി. മൊത്തം 3 സ്രാവുകൾ. വിലപേശി ഉറപ്പിച്ചു. പണവും വാങ്ങി തുഴയും ചൂണ്ടക്കയറുമായി തൻ്റെ വീട്ടിലേക്ക് നടക്കാൻ ഭാവിക്കുകയായിരുന്നു ആൽബർട്ട്. പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ജോർജ് കുട്ടി, ആൽബർട്ടിൻ്റെ അടുത്ത സുഹൃത്താണ്. നീ പോയി SIയെ കണ്ടോ? ആൽബർട്ട് തിരക്കി. കണ്ടു. എന്നിട്ട്? അയാൾക്ക് പ്രശ്നം രമ്യതയിലാക്കുവാൻ തൽക്കാലം താല്പര്യമില്ലെന്ന്. ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. ലാസറിന് പരാതിയില്ലെന്ന് പറഞ്ഞില്ലേ നീ? പറഞ്ഞു. എന്നിട്ടോ? അയാൾ ലാസറിൻ്റെ നേരെ കുറേ ചൂടായി. തോന്നുമ്പോൾ പരാതി കൊടുക്കാനും പിൻവലിക്കാനും അവൻ്റെ അമ്മയുടെ വീടാണോ പോലീസ് സ്റ്റേഷനെന്ന്. ആൽബർട്ടിൻ്റെ കണ്ണുകൾ കുറുകി. ഇത് നല്ല കൂത്ത്. വാദിക്കും പ്രതിക്കും പരാതിയില്ലെങ്കിൽ അയാൾക്കെന്ത് വേണം? ഇത് സംഗതി വേറെയാ, ജോർജ് കുട്ടി പറഞ്ഞു. SI എന്നെ രഹസ്യമായി വിളിച്ച് പറഞ്ഞു. ഒരു 5000 രൂപ കൊണ്ടുവന്ന് കൊടുക്കാമെങ്കിൽ കേസ് ഒതുക്കിയേക്കാമെന്ന്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്തില്ലെങ്കിൽ എന്നെ ഇവിടെ വന്ന് പൊക്കുമെന്ന്. അത് ശരി. ആൽബർട്ട് തലയിളക്കി. ലാസർ എന്തിയേ? കടലിൽ പോയി. നീ പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വാടാ. ഞാൻ വീട്ടിലേക്ക് ചെല്ലട്ടെ. ഏതായാലും നമുക്ക് ഉച്ചവരെ നോക്കാം. പോലീസ് വരുമോ എന്നറിയട്ടെ. ജോർജ് കുട്ടി പോയി. ആൽബർട്ട് വീട്ടിലേക്ക് നടന്നു. കുറേ കൊച്ചുകുട്ടികൾ നിക്കർ പോലും ധരിക്കാതെ തിരമാല തുമ്പത്ത് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. ജോർജ് കുട്ടിയും ലാസറും തമ്മിൽ ചെറിയൊരു അടിപിടിയുണ്ടായി. അതാണ് പ്രശ്നം. വള്ളത്തിൽ കടലിൽ പോകുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. എന്നാൽ പ്രധാന കാരണം മറ്റൊന്നായിരുന്നു. അവർ ഇരുവരും സ്നേഹിക്കുന്നത് ഒരു പെൺകുട്ടിയെ. ആ തുറയിൽ തന്നെയുള്ള ഒരു പെൺകുട്ടി. 10ാം തരം വരെ പഠിച്ചവൾ. പേര് മാർത്ത. കാണാൻ ചന്തമുള്ള പെണ്ണ്. തങ്ങളിൽ ആരോടാണ് അവൾക്ക് ഇഷ്ടമെന്ന് ലാസറിനോ ജോർജ് കുട്ടിക്കോ അറിഞ്ഞുകൂടാ. 2 പേരോട് അവൾ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും. എന്നാൽ ഇരുവരുടെയും മനസ്സ് മറ്റാരും അറിയാത്ത പുകയുകയായിരുന്നു. ഏതായാലും അവർ തമ്മിലടിച്ചു. അന്നേരത്തെ വാശിക്ക് ലാസർ ചെന്ന് പോലീസിൽ പരാതിപ്പെട്ടു. എന്നാൽ ആൽബർട്ട് ഇതുവരെയും വിളിച്ച് ഉപദേശിച്ചപ്പോൾ ലാസർ പരാതി പിൻവലിക്കാൻ തയ്യാറായി. ഇപ്പോൾ പക്ഷേ വിലങ്ങുതടി SI ആണ്. ആൽബർട്ട് വീടിനടുത്തെത്തി. മുറ്റത്തിരുന്ന് മൺകൂനകൾ മനയുകയാണ് പ്രിൻസും തോമസും. ആൽബർട്ടിൻ്റെ സഹോദരിയുടെ മക്കളാണ് ആ 4 വയസ്സുകാർ. ഇരട്ടക്കുട്ടികൾ. കുട്ടികളെ വേർതിരിച്ചറിയാൻ ആദ്യം കാണുന്നവർക്ക് കഴിയുകയല്ല. അമ്മാച്ച. അവനെ കണ്ടത് 2 പേരും കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അമ്മേ, അമ്മാച്ചൻ വന്നേ. അവർ വിളിച്ചു പറയാൻ മറന്നില്ല. ആൽബർട്ട് തുഴയും ചൂണ്ടയും താഴെയിട്ട് കുട്ടികളെ ചേർത്തണച്ചു. 4 വയസ്സേ ഉള്ളെങ്കിലും നന്നായി സംസാരിക്കുന്ന കുട്ടികൾ. നിങ്ങൾ എന്ത് കഴിച്ചു? വല്യമ്മച്ചി ദോശ തന്നു. ഓഹോ, വന്ന വഴി തന്നെ പിള്ളേരുടെ കൂടെ അങ്ങ് കൂടിയോ? ശബ്ദം കേട്ട് ആൽബർട്ട് മുഖം തിരിച്ചു. ലിസി ആൽബർട്ടിൻ്റെ ഒരേയൊരു പെങ്ങളാണ്. അവനേക്കാൾ 2 വയസ്സ് മൂത്തത്. പക്ഷേ കുട്ടികളുണ്ടായിക്കഴിഞ്ഞ് ഒരു നാൾ കടലിൽ പോയ അവളുടെ ഭർത്താവ് പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. അയാൾക്ക് വേറൊരു ഭാര്യയും മക്കളും ഉണ്ടെന്നും അവരുടെ അടുത്തേക്ക് പോയതാണെന്നുമൊക്കെയാണ് ആളുകളുടെ വിശ്വാസം. എന്തായാലും ആൽബർട്ട് അയാളെ തിരക്കി പോയില്ല. പക്ഷേ പെങ്ങളെയും കുട്ടികളെയും ജീവനാണ് അവന്. നീ ഇവരെ തനിച്ചു വിട്ടിട്ട് എന്തെടുക്കുകയായിരുന്നു? ആൽബർട്ട് പെങ്ങളെ നീയെന്നും എടിയെന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ എനിക്കെപ്പോഴും പിള്ളേരെ കളിപ്പിക്കാനല്ലേ നേരം. വെളുത്ത് അല്പം തടിച്ചിട്ടാണ് ലിസി. അവൾ വന്ന് ചൂണ്ടയും തുഴയും എടുത്തു. ആൽബർട്ട് കുട്ടികളെ 2 കൈകളിൽ ഉയർത്തി അകത്തേക്ക് നടക്കുന്നതിനിടയിൽ തിരക്കി. അമ്മയെന്തിയേ? അടുക്കളയിലുണ്ട്. ആൽബർട്ട് അകത്തെത്തിയപ്പോൾ റോസമ്മ അങ്ങോട്ട് വന്നു. 55 വയസ്സോളമുണ്ട് ആ സ്ത്രീക്ക്. ചട്ടയും മുണ്ടും വേഷം. ആരോഗ്യത്തിന് കുറവൊന്നുമില്ലെങ്കിലും കണ്ണുകളിൽ വിഷാദത്തിൻ്റെ കാളിമ സദാ പരന്നു കിടക്കുന്നു. നീ ഇന്ന് ഒത്തിരി താമസിച്ചല്ലോ മോനെ. കോള് കുറവായിരുന്നു. റോസമ്മയുടെ ഭർത്താവിനെ ആ തുറയിൽ ആരും കണ്ടിട്ടില്ല. ഒരിക്കൽ 2 കൈക്കുഞ്ഞുങ്ങളുമായി അവിടെ തുറയിൽ വന്നു. ലിസിക്കും ആൽബർട്ടിനും അന്ന് 4ഉം 2ഉം വയസ്സ് കാണും. പിന്നെ അവർ ഒരിടത്തും പോയിട്ടില്ല. ഭർത്താവിനെക്കുറിച്ച് മക്കളോടോ അയൽക്കാരോടോ ഒരു വാക്കു പറഞ്ഞിട്ടില്ല. ആദ്യം മീൻ കച്ചവടമായിരുന്നു റോസമ്മയ്ക്ക്. അങ്ങനെ അവർ മക്കളെ വളർത്തി. ലിസിയെ വിവാഹം ചെയ്തയച്ചു. ആൽബർട്ടിനെ ഡിഗ്രി വരെ പഠിപ്പിച്ചു. മറ്റു ജോലിയൊന്നും തരപ്പെടാഞ്ഞപ്പോൾ ആൽബർട്ട് കടലിൽ പോയി തുടങ്ങി. അതോടെ അമ്മയുടെ മീൻ കച്ചവടം നിർത്തിക്കുകയും ചെയ്തു. ആൽബർട്ട് കുട്ടികളെ തറയിൽ നിർത്തി. നീ കയ്യും കാലും കഴുകിയേച്ചു വാടാ, വല്ലതും കഴിക്കേ, റോസമ്മ പറഞ്ഞു. അവൻ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും അമ്മ ആഹാരം എടുത്തു വെച്ച് കഴിഞ്ഞിരുന്നു. പ്രിൻസും മോസസും അവൻ്റെ ഒപ്പം കഴിച്ചു. 2 മുറികളിലും അടുക്കളയും ഉള്ളതാണ് ആൽബർട്ടിൻ്റെ വീട്. മേൽക്കൂര. പക്ഷേ ഓല മേഞ്ഞിട്ടേയുള്ളൂ. നേരെ ഉച്ച കഴിഞ്ഞു. മുറ്റത്തെ തെങ്ങിൻ ചോട്ടിൽ പ്രിൻസിനും മോസസിനുമൊപ്പം ആന കളിക്കുകയായിരുന്നു ആൽബർട്ട്. ഓരോരുത്തർ മാറി മാറി അവൻ്റെ മുതിൽ കയറിക്കൊണ്ടിരുന്നു. വേലിയേറ്റ സമയമാണ്. തിരമാലകൾക്ക് ശക്തിയേറിയിരുന്നു. ഒരു കാറ്റ് വീശിയപ്പോൾ അളിഞ്ഞ പോളയുടെ ഗന്ധം പരന്നു. പൊടുന്നനെയാണ് ഒരു നിലവിളി കേട്ടത്. ആൽബർട്ട് വെട്ടിത്തിരിഞ്ഞു. തോളിലിരുന്ന മോസസിനെ മാറ്റിയിട്ട് ചാടി എണീറ്റു. നിലവിളിച്ചുകൊണ്ട് ഓടി വരികയാണ് ജോർജ് കുട്ടി. അവൻ്റെ പിന്നാലെ പോലീസുകാർ.
നിർത്തിയിട്ടിരുന്ന ജീപ്പിലിരുന്ന് ഇത് കാണുകയായിരുന്നു SI തോന്നിയാസം രാജൻ. ഓടിവന്ന ജോർജ് കുട്ടി കാൽ തെന്നി ആൽബർട്ടിൻ്റെ മുന്നിലേക്ക് വീണു. എന്നെ കൊടുക്കല്ലേടാ ആൽബർട്ടെ. ഓടിയെടുത്ത പോലീസുകാർ ജോർജ് കുട്ടിയെ വലിച്ചുയർത്തി. ഒരാൾ അവൻ്റെ കരണത്തടിച്ചു. ആൽബർട്ട്, അവൻ നിലവിളിച്ചു. തൊട്ടു പോകരുതവനെ. ആൽബർട്ടിൻ്റെ ഗർജനം തിരമാലകളെ ഏറ്റുപിടിച്ചു. പോലീസുകാർ ഒന്ന് പരുങ്ങി. ഒരു നിമിഷം അവർ നിശ്ചലരായി. അത്രമാത്രം ശക്തിയുണ്ടായിരുന്നു ആൽബർട്ടിൻ്റെ ശബ്ദത്തിന്. അത് കേട്ട് ഉദ്വേഗത്തോടെ വാതിൽക്കിലേക്ക് ഓടി വന്നിരുന്നു റോസമ്മയും ലിസിയും. അവർ മാത്രമല്ല, കടൽക്കരയിൽ ഈ സംഭവം കണ്ടവരൊക്കെ അങ്ങോട്ട് ഓടി വന്നു. പ്രിൻസും മോസസും നിലവിളിക്കാൻ തുടങ്ങി. ജോർജ് കുട്ടിയെ പോലീസുകാർ അടിക്കുന്നത് കണ്ട് ഭയന്നു പോയതാവണം അവർ. ലിസി ഓടിവന്ന് കുഞ്ഞുങ്ങളുടെ കൈപ്പിടിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ആൽബർട്ടിൻ്റെ കണ്ണുകളിൽ കനൽ എരിയുകയായിരുന്നു. ആദ്യം പരുങ്ങിയെങ്കിലും തോറ്റുകൊടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല. പോലീസുകാരാണ് തങ്ങൾ. കാക്കിയുടെയും ഒരു ഫോഴ്സിൻ്റെയും പിൻബലമുള്ളവർ. ഒരുത്തൻ്റെയും മുന്നിൽ തങ്ങൾ തല കുനിക്കാൻ പാടില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ വല്ല സിനിമകളിലും നോവലുകളുമൊക്കെയേ കാണൂ. പോലീസുകാർ 3 പേരുണ്ടായിരുന്നു. അവരെയും ആൽബർട്ടിന് പരിചയമില്ല. കാരണം ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം അവനുണ്ടായിട്ടില്ല. പോലീസുകാർ കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ചെറുപ്പക്കാരനായ ഹെഡ് കോൺസ്റ്റബിൾ ആൽബർട്ടിനെ അടിമുടി കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. ഇവനെ തുടരുതെന്ന് പറയാൻ നീ ആരാടാ? ഞാൻ ആൽബർട്ട്. ഓഹോ, ശാസ്ത്രജ്ഞൻ അല്ലേ? അയാൾ പരിഹസിച്ചു. ഇതുവരെ ആയിട്ടില്ല. ഇനി അങ്ങനെ ആകുമോന്നും ഇപ്പോൾ പറയാൻ പറ്റുകയല്ല സാറേ. അതിരിക്കട്ടെ, ഇവൻ്റെ കാര്യത്തിൽ നിനക്കിടപെടേണ്ട കാര്യം? ആ ചോദ്യവും പറച്ചിലുമൊന്നും ആൽബർട്ടിന് ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും കഴിവതും സ്വരം മയപ്പെടുത്തിയത് അവൻ പറഞ്ഞത്. എൻ്റെ സുഹൃത്താണിവൻ. ഓഹോ, ഇവനെ ഞങ്ങൾ ശരിക്കൊന്ന് തൊടാൻ പോകുക. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആൽബർട്ടിൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. ജോർജ് കുട്ടിയുടെ ദയനീയമായ നോട്ടം അവനെ വിഷമിപ്പിച്ചു. സാറ് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാ. അവനെ അങ്ങ് വിട്ടേര്. അവനൊരു പാവമാ. കൽപ്പിക്കാൻ നീ ആരാടാ? കഴിവേട്ട മോനെ. ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസറോ? എങ്ങനെ വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഇനി അവനെ തല്ലരുത്. ആൽബർട്ടിന് മീശൊന്ന് തടവി. ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കൈകൾ തരിക്കാൻ തുടങ്ങി. ഒരു വലിയ തിരമാല കരയിൽ നിന്ന് വന്ന് തല്ലി അലച്ചു മടങ്ങി. തുറയിലെ കൂടുതൽ ആളുകൾ അവിടേക്കടുത്തു. നിമിഷങ്ങൾ കഴിയുന്തോറും ആളുകൾ കൂടിക്കൂടി വന്നു. കൂട്ടത്തിൽ ഇക്ബാൽ മുതലാളിയും ഉണ്ടായിരുന്നു. റോസമ്മയും ലിസിയും ഉദ്വേഗം പൂണ്ടു നിന്നു. കുട്ടികളുടെ കരച്ചിൽ ഇനിയും അടങ്ങിയിട്ടില്ല. പ്രായം കുറവാണെങ്കിലും തുറയിലുള്ളവരുടെ അച്ചായനാണ് ആൽബർട്ട്. അവനെന്ത് പറഞ്ഞാലും അവർ കേൾക്കും. റോസമ്മയ്ക്ക് മുന്നോട്ട് ചെല്ലണമെന്നും ആൽബർട്ടിനെ പിന്തിരിപ്പിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് അവർ മടിച്ചു. അമ്മാച്ചാ, കുട്ടികൾ നിലവിളിയോടെ പറഞ്ഞു. ഇങ്ങോട്ട് വാ അമ്മാച്ചാ. ആൽബർട്ട് പക്ഷേ അത് കേട്ടില്ല. ഹെഡ് കോൺസ്റ്റബിൾ പുച്ഛത്തോടെ അവനെ നോക്കി. വീണ്ടും ജോർജ് കുട്ടിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പക്ഷേ അടി വീഴും മുമ്പ് ആൽബർട്ടിൻ്റെ ബലിഷ്ഠമായ കരം അത് തടഞ്ഞു. കോൺസ്റ്റബിളിൻ്റെ കൈ അവൻ്റെ കൈപ്പത്തിക്കുള്ളിൽ അമർന്നു. ആൽബർട്ട് അയാളുടെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കിക്കൊണ്ട് ജോർജ് കുട്ടിയിലെ പിടി ബലമായി തന്നെ വിടുവിച്ചു. ജോർജ് കുട്ടി ആൽബർട്ടിൻ്റെ പിന്നിലേക്ക് മാറി. ആ നിമിഷം ബാക്കിയുള്ള പോലീസുകാർ ആൽബർട്ടിനെ വളഞ്ഞു. വിടറാ കൈന്ന്, ഹെഡ് കോൺസ്റ്റബിൾ അലറി. അവൻ വിട്ടില്ല. വിടാനാ പറഞ്ഞത്. അയാൾ കൈ വെട്ടിച്ചു. വിടാം, പക്ഷേ തുറയെ വന്ന് കയ്യാങ്കളി കാണിച്ച് രക്ഷപ്പെടാനാണ് പാവമെങ്കിൽ അത് നടക്കത്തില്ല സാറേ. കടലിൻ്റെ മക്കൾക്ക് നേരെ കൈ ഉയർത്തിയാൽ ഞങ്ങളത് നോക്കി നിൽക്കുമെന്ന് വിചാരിച്ചു കളയരുത്. അവൻ പതിയെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ കയ്യിലെ പിടി അയച്ചു. എന്തിനു ഒരുങ്ങുകയായിരുന്നു കടലിൻ്റെ മക്കൾ. ആൽബർട്ടിൻ്റെ പിന്നിൽ അണിചേരുകയായിരുന്നു അവർ. സാറന്മാരെ, സംഗതി കുഴപ്പമാക്കാതെ പോകാൻ നോക്കിയാട്ടെ, ചായക്കടക്കാരൻ അവറാച്ചൻ പറഞ്ഞു. അതെ അതെ, ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഒരു പോലീസും വേണ്ട, ചട്ടുകാരൻ കൊച്ചുകുട്ടിയും പറഞ്ഞു. രംഗം പന്തിയല്ലെന്ന് തോന്നിയ SI തോന്നിയാസം രാജൻ ധൃതിയിൽ ജീപ്പിൽ നിന്നിറങ്ങി അങ്ങോട്ട് വന്നു. ആരെന്ത് പറഞ്ഞാലും SI രാജൻ തൻ്റെ ഇഷ്ടമനുസരിച്ചേ ചെയ്യൂ. അങ്ങനെയാണ് പേരിൻ്റെ കൂടെ തോന്നിയാസം എന്നുകൂടി ചേർന്നത്. അയാൾ ആൽബർട്ടിൻ്റെ മുന്നിലെത്തി. ജോർജ് കുട്ടി ഒരു നനഞ്ഞ കോഴിയെപ്പോലെ ഒതുങ്ങിക്കൂടി. എന്താ ഇവിടെ പ്രശ്നം? അല്ല, ഒന്ന് നോക്കിക്കൊണ്ട് രാജൻ തിരക്കി. വേറെ പ്രശ്നമൊന്നുമില്ല സാർ, ആൽബർട്ട് മറുപടി നൽകി. കാര്യമില്ലാതെ ഞങ്ങളിൽ ഒരാളെ പോലീസ് ഓടിച്ചിട്ട് തല്ലി. അതാണ് സംഗതി. ആരെ? ഈ ജോർജ് കുട്ടിയെ. ആൽബർട്ട് അവനെ മുന്നോട്ട് നീക്കി നിർത്തി. കാര്യമില്ലെന്ന് തീരുമാനിക്കുന്നത് നീയാണോടാ റാസ്കൽ? രാജൻ മീശ വിരിച്ചു. എന്തെങ്കിലും കാര്യം കാണുമെന്ന് കരുതിക്കോ. എങ്കിൽ അതെന്താണെന്ന് ഞങ്ങളും കൂടി ഒന്നറിയട്ടെ. പറയാൻ മനസ്സില്ലെങ്കിലോ? വെറും കൈയോടെ മടങ്ങേണ്ടി വരും. അവൻ ചിരിച്ചു. രാജൻ്റെ കണ്ണുകൾ ചുരുങ്ങി. നീയാണ് ഇവരുടെ നേതാവല്ലേടാ? പക്ഷേ അതൊന്നും എൻ്റെ അടുത്ത് വേണ്ട. 1 മണിക്കൂർ എൻ്റെ കസ്റ്റഡിയിൽ ഇരുന്നാൽ മതി. നീ എപ്പോൾ ചോര തുപ്പി ചത്തെന്ന് പറഞ്ഞാൽ മതി. ആൽബർട്ടിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. പോലീസുകാരുടെ വരട്ടൊന്നും ഇങ്ങോട്ടൊന്നും വേണ്ട സാറേ. തൽക്കാലം കാര്യം പറയാതെ ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സാറ് പോ, അവൻ അലസമായി പറഞ്ഞു. ഇവനെ ഞാൻ കൊണ്ടുപോകുമെടാ. അടിപിടി കേസിലെ പ്രതിയാണിവൻ. അതിന് പരാതിക്കാരന് ഇപ്പോൾ പരാതിയില്ലല്ലോ സാർ എന്ന് പറഞ്ഞാൽ മതിയോ? അവൻ പിന്നെ പരാതി തന്നതെന്തിനാ? അന്നേരത്തെ ഒരു ദേഷ്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയതാ. സാറങ്ങ് ക്ഷമിച്ചേരെ. തോന്നിയാസം രാജൻ്റെ സ്വഭാവം മാറിയത് പെട്ടെന്നാണ്. നായിൻ്റെ മോനെ, നിൻ്റെയൊക്കെ കളിപ്പിള്ളേന്മാരാണോടാ പോലീസുകാരെ?
ചോദിച്ചതും അയാൾ ജോർജ് കുട്ടിയെ പിടിച്ച് പോലീസുകാർക്കിടയിലേക്ക് തള്ളി. കൊണ്ടുപോയി ജീപ്പിൽ കയറ്റടാ. ആൽബർട്ടേ, ജോർജ് കുട്ടി നിലവിളിച്ചു. ആൽബർട്ട് മുന്നോട്ട് കുതിച്ചു. അവനെ കൊണ്ടുപോയാൽ ഇവിടെ ചോര ചീന്തും. ഇത്രയും ആൾക്കാർ നിങ്ങളെ ചതച്ചു കളയും. വിടടാ ജോർജ് കുട്ടിയെ, ആളുകൾ ഗർജിച്ചു. രാജൻ ചുറ്റും നോക്കി. ചാടി വീണ് കടിച്ചു കീറാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവരെന്ന് തോന്നി. സൂക്ഷിക്കണം. ഇക്ബാൽ മുതലാളിയും മുന്നോട്ട് വന്നു. സാർമാർ പോയട്ടെ. താനാരിത് പറയാൻ? എസ് ഐ കണ്ണുരുട്ടി. ഒരു പാവം മീൻ കച്ചവടക്കാരനാണ്. തൽക്കാലം ഇവിടെ നിന്ന് പോകുന്നതാണ് ബുദ്ധിയെന്ന് രാജന് തോന്നി. പക്ഷേ തോറ്റ് പിന്മാറുകയാണെന്ന് ആരും വിചാരിക്കാനും പാടില്ല. അയാൾ ആൽബർട്ടിനെ നോക്കി. വിജയിച്ചെന്ന് കരുതരുത് നീ. അവൻ തലയാട്ടി. അതറിയാം. പിന്നെ മുന്നോട്ട് നീങ്ങി മറ്റാരും കേൾക്കാതെ എസ് ഐയുടെ കാതിൽ പറഞ്ഞു. വെറുതെ ഷൈൻ ചെയ്ത് നാറിൻ്റെ സാറേ. മീൻ പിടിക്കുന്ന കൈ എൻ്റേത്. നാറ്റം കാണും. പിന്നെ സാറിന് വേണ്ടത് എന്താണെന്ന് ജോർജ് കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പണം തികയാഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വരാതിരുന്നത്. നാളെ വൈകിട്ട് 5:30 ഞങ്ങൾ പണവുമായി താങ്കളുടെ ക്വാർട്ടേഴ്സിലെത്താം. അതുപോലെ? തോന്നിയസൻ രാജൻ ചുളിഞ്ഞ നെറ്റിയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഉറപ്പാണോ? ഉറപ്പ്. അല്ലെങ്കിൽ സാറ് വന്ന് ഇവനെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങളാരും തടയില്ല. ശരി. അനന്തരം എല്ലാവരും കേൾക്കെ രാജൻ ഉറക്കെ പറഞ്ഞു. ഓക്കെ, നീ തന്നെ ഇവനെ സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ പോകുന്നു. അയാൾ പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു. അവനെ വിട്ടേരെ. ജോർജ് കുട്ടി മോചിതനായി. ആളുകൾ ആശ്വസിച്ചു. ഒരു സംഘർഷം ഒഴിവായിരിക്കുന്നു. അടി വീഴുമെന്ന് കരുതിയിരുന്നതാണ്. ഭാഗ്യം കൊണ്ട് അതുണ്ടായില്ല. പോലീസുകാർ കയറിയ ജീപ്പ് അകന്നുപോയി. ആളുകൾ പിരിഞ്ഞു. ആൽബർട്ടിന് പിന്നാലെ ഇക്ബാൽ മുതലാളിയും ജോർജ് കുട്ടിയും അവൻ്റെ വീട്ടിലേക്ക് കയറിയിരുന്നു. എന്താ ആൽബർട്ട് ഉദ്ദേശം? ഇക്ബാൽ തുവർത്തെടുത്ത് മുഖം തുടച്ചിട്ട് തൊപ്പി ഒന്ന് ഇളക്കി വെച്ചു. ഇവനെ അവരുടെ കയ്യിൽ കൊടുക്കാമെന്നോ? അങ്ങനെയല്ല മുതലാളി സംഭവം. ഇൻസ്പെക്ടർ ജോർജ് കുട്ടിയോട് പണം ആവശ്യപ്പെട്ടിരുന്നതും താനിപ്പോൾ അയാളോട് പറഞ്ഞതൊക്കെ ആൽബർട്ട് പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ പണം കൊടുക്കാനാണോ തീരുമാനം? എല്ലാം കേട്ടുനിന്ന റോസമ്മ തിരക്കി. അല്ല, മറ്റു ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അതെന്താണെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. എന്തായാലും അയാളുമായിട്ട് വഴക്കിനൊന്നും പോകണ്ട. ലിസിക്ക് അതേ പറയാനുണ്ടായിരുന്നുള്ളൂ. പ്രിൻസും മോസസും ഭയം മാറിയപ്പോൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു. പിറ്റേന്ന് 4 മണിയായപ്പോൾ ആൽബർട്ട് വേഷം മാറി ഇറങ്ങി, മുണ്ടും ഷർട്ടും. അമ്മാച്ച എവിടെ പോവാ? പ്രിൻസ് കൊഞ്ചലോടെ തിരക്കി. ഒരിടം വരെ. ഞാനും വരുന്നു. കുട്ടി അവൻ്റെ കയ്യിൽ തൂങ്ങി. ഞാനും വരുന്നമ്മാവാ. മോസസും ഓടി വന്നു. നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്തൊരിടത്തേക്കാണ് അമ്മാച്ച പോകുന്നത്. ആട്ടെ, തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരണം? അലുവ, ഇരുവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. ജോർജ് കുട്ടിയും എത്തി. അച്ചായനെന്തിനാ അയാൾ തല്ലിയേ? മോസസിന് സംശയം. അതോ? അവൻ ചിരിച്ചു. ഞങ്ങൾ കള്ളനും പോലീസും കളിച്ചതാ. ഞങ്ങൾ പോയിട്ട് വരാം. കുട്ടികളെ അമ്മയെയും ലിസയെയും ഏൽപ്പിച്ച് അവർ ഇരുവരും ഇറങ്ങി. പലയിടത്തൊക്കെ പോയിട്ടാണ് അവർ ഒരു ഓട്ടോയിൽ എസ് ഐ തോന്നിയാസൻ രാജൻ്റെ ക്വാർട്ടേഴ്സിലെത്തിയത്. അയാൾ അവരെ കാത്തിരിക്കുകയായിരുന്നു. ജോർജ് കുട്ടി ഒന്നും പറയാതെ 5000 രൂപ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. പറഞ്ഞത് അത്രയും ഉണ്ടോടോ? എസ് ഐ മീശ തടവി. ഉണ്ടേ. നേരത്തെ ഈ ബുദ്ധി തോന്നായിരുന്നേൽ ഞങ്ങളെ അങ്ങോട്ട് വരുത്തണമായിരുന്നോടാ. അതിന് അവർ മറുപടി പറഞ്ഞില്ല. രാജൻ രൂപയെടുത്ത് മേശയ്ക്കുള്ളിൽ വെച്ചു. എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ സാറേ? ആൽബർട്ട് തിരക്കി. ആ. അവർ വാതിക്കലെത്തിയപ്പോൾ രാജൻ പറഞ്ഞു. ഒന്ന് നിന്നേ. ഇരുവരും നിന്ന്. ആൽബർട്ട് തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. നിനക്ക് ഒരെല്ല് കൂടുതലാ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണം കേട്ടോടാ. കേട്ടേ? അവൻ്റെ വാക്കുകളിൽ പരിഹാസമുണ്ടോ? രാജന് അങ്ങനെ തോന്നി. അവർ ഗേറ്റ് കടക്കും മുമ്പ് ഒരു ജീപ്പ് ഇരച്ചു വന്ന് മുറ്റത്ത് ബ്രേക്കിട്ടു. അതിൽ നിന്ന് മാന്യമായി വസ്ത്രധാരണം ചെയ്ത ചിലർ ധൃതിയിലിറങ്ങുന്നത് എസ് ഐ കണ്ടു. അയാളുടെ നെറ്റി ചുളിഞ്ഞു. അനുവാദം ചോദിക്കാതെ തന്നെ അവർ മുറിയിലേക്ക് ചാടിക്കയറി. രാജൻ തെറി വിളിക്കാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോൾ മുന്നിലെത്തിയ കഷ്ണിത്തലയുള്ള മനുഷ്യൻ തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു കാട്ടി. ആം SP രാമചന്ദ്രൻ. വി ആർ ഫ്രം ദി വിജിലൻസ്. രാജവൻ അപകടം മണത്തു. ഞൊടിയിടയിൽ അയാൾ മേശ വലിച്ചു തുറന്ന് ജോർജ് കുട്ടി കൊടുത്ത രൂപയെടുത്തു. രാമചന്ദ്രന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപേ എസ് ഐ ഇറങ്ങി ഓടി. വിടരുത് അയാളെ. മൂവ്. വിജിലൻസ് SP തൻ്റെ കൂടെ വന്നവർക്ക് നിർദ്ദേശം നൽകി. അവർ രാജന് പിന്നാലെ പാഞ്ഞു. ഗേറ്റ് കടന്ന രാജൻ തൊട്ടടുത്ത പുരയിടത്തിലേക്ക് പാഞ്ഞു. വിജിലൻസുകാരും വിട്ടില്ല. ആൽബർട്ടും ജോർജ് കുട്ടി ഇതൊക്കെ കണ്ടു നിൽക്കുകയായിരുന്നു. അവസാനം രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ ചെറുത്ത് നിൽക്കാനുള്ള ശ്രമമായി എസ് ഐയുടേത്. കയ്യിലിരുന്ന നോട്ടുകൾ അയാൾ വലിച്ചു കീറി പരത്തി. ചെറിയൊരു ഏറ്റുമുട്ടലിലൂടെ വിജിലൻസുകാർ രാജനെ കീഴ്പ്പെടുത്തി. നോട്ട് കീറിയത് കൊണ്ടൊന്നും താൻ രക്ഷപ്പെടില്ലടോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തെളിവുകൾ തൻ്റെ കൈവിരലുകളിൽ തന്നെ ഉണ്ട്, വിജിലൻസ് CI പറഞ്ഞു. രാജനെ അവർ തിരിച്ചു നടത്തി. റോഡിൽ നിന്നിരുന്ന ആൽബർട്ടിനെയും ജോർജ് കുട്ടിയെയും കണ്ട് രോഷത്തോടെ രാജൻ അലറി. തെണ്ടികളെ, എന്നെ ചതിച്ചില്ലേടാ. സൂക്ഷിച്ചോ. രാജവെമ്പാലയാ ഞാൻ. ഇപ്പം ഈ കൊണ്ടുപോകുന്നവർ എന്നെ ഒരു കോപ്പും ചെയ്യത്തില്ലടാ. നിൻ്റെയൊക്കെ ശവക്കുടി മൂടാൻ ഞാൻ വരുമടാ. ആൽബർട്ടും ജോർജ് കുട്ടിയും അയാളെ തന്നെ നോക്കി നിന്നു. വിജിലൻസുകാർ അയാളുടെ ക്വാർട്ടേഴ്സ് അരിച്ചു പെറുക്കാൻ തുടങ്ങി. രാജൻ്റെ നെഞ്ചിലൂടെ ഒരു കൊള്ളിമീൻ പാഞ്ഞു പോയി. നിങ്ങൾ പോകരുത്. ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒപ്പിടാനുണ്ട്. SI തോന്നിയസം രാജൻ്റെ ക്വാർട്ടേഴ്സിൽ റെയ്ഡ് നടത്തുന്നതിനിടയിൽ വിജിലൻസ് SP രാമചന്ദ്രൻ ആൽബർട്ടിനോടും ജോർജ് കുട്ടിയോടുമായി പറഞ്ഞു. ശരി സാർ. 1 മണിക്കൂറോളം റെയ്ഡ് നീണ്ടു. വിസിറ്റിംഗ് റൂമിൽ ഇരുത്തിയിരിക്കുകയാണ് രാജനെ. ഇതിനിടയിൽ വന്ന ഫോൺ കോളുകളൊന്നും ആരും അറ്റൻഡ് ചെയ്തില്ല.
ഫോൺ മണിയടിച്ചു നിന്നു. വാർത്ത എങ്ങനെയോ ലീക്ക് ചെയ്ത് പത്രക്കാരും ടി വിക്കാരുമൊക്കെ പാഞ്ഞെത്തി. അവർ ആൽബർട്ടിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവർ ഇരുവരുടെയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. സെറ്റിയിൽ തളർന്നിരിക്കുകയായിരുന്ന രാജൻ്റെ ഫോട്ടോയും അവർ എടുത്തു. അത് കണ്ട് അലറിക്കൊണ്ട് അയാൾ ചാടി എഴുന്നേറ്റു. എൻ്റെ ഫോട്ടോ പത്രത്തിലോ ടി വിയിൽ വന്നാൽ എല്ലാത്തിനെയും ചുട്ടുകളയുന്നേ. വിജിലൻസ് SP രാമചന്ദ്രൻ SI രാജൻ്റെ മുന്നിലേക്ക് വന്നു. മിസ്റ്റർ രാജൻ, നിയമം നിങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. എങ്കിലും പറയട്ടെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. നൗ യു ആർ കംപ്ലീറ്റ്ലി അണ്ടർ അവർ കൺട്രോൾ. രാമചന്ദ്രനെ നോക്കി അയാൾ കടപ്പല്ല് ഞെരിച്ചു. പക്ഷേ ഒന്നും പറഞ്ഞില്ല. നേരം സന്ധ്യ കഴിഞ്ഞു. ക്വാർട്ടേഴ്സിൽ ലൈറ്റുകൾ തെളിഞ്ഞു. പിന്നെയും അല്പനേരം കൂടി കഴിഞ്ഞാണ് റെയ്ഡ് അവസാനിച്ചത്. അതിനിടെ വിലപ്പെട്ട പല തെളിവുകളും വിജിലൻസിന് കിട്ടിയിരുന്നു. നാലാംകിട വാറ്റുകാരുടെ കയ്യിൽ നിന്ന് വരെ പണം പിടുങ്ങിയതിൻ്റെ കണക്കുകൾ, രഹസ്യമായി വേശ്യാവൃത്തി നടത്താൻ ലോഡ്ജുകൾക്ക് മൗനാനുവാദം നൽകിയത് വഴി കിട്ടിയ പണത്തിൻ്റെ കണക്ക്, ഇതൊക്കെ കൂടാതെ അലമാരയിൽ നിന്ന് 1.5 ലക്ഷം രൂപയുടെ കറൻസിയും. അത്ര വേഗം ഊരിയെറിയാൻ കഴിയാത്ത കുരുക്കിലാണ് താൻ അകപ്പെട്ടിരിക്കുന്നതെന്ന് രാജന് വ്യക്തമായി. എല്ലാത്തിനും കാരണക്കാരൻ അവനൊരുത്തനാണ്, ആൽബർട്ട്. അയാളുടെ ശവത്തിൻ്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് താൻ തന്നെയായിരിക്കുമെന്ന് രാജൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. റെയ്ഡ് അവസാനിച്ചപ്പോൾ ആൽബർട്ടിനെയും ജോർജ് കുട്ടിയെയും കൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ SP രാമചന്ദ്രൻ ഒപ്പിടുവിച്ചു. ഇനി നിങ്ങൾക്ക് പോകാം, പക്ഷേ ഞങ്ങൾ പറയുമ്പോൾ കോടതിയിൽ എത്തേണ്ടി വരും. വരാം സാർ, അവർ മടങ്ങി. കടക്കരയിൽ നിന്ന് അവർ വിജിലൻസ് ഓഫീസിലേക്കാണ് പോയത്. വിവരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ SP തന്നെയാണ് അവരെ പണം നൽകി രാജൻ്റെ അരികിലേക്ക് അയച്ചത്. മടങ്ങും വഴി കുട്ടികൾ പറഞ്ഞിരുന്ന പോലെ ഹൽവയും വാങ്ങി ആൽബർട്ട് തുറയിലെത്തി. പക്ഷേ കുട്ടികൾ ഉറക്കമായിരുന്നു. അമ്മാച്ചൻ ഹലുവയും കൊണ്ടുവരും എന്ന് പറഞ്ഞ് രണ്ടുപേരെ ഒത്തിരി നേരം നോക്കിയിരുന്നു. ലിസി പറഞ്ഞു. അവൻ ഉറങ്ങിക്കിടക്കുന്ന പ്രിൻസിനും മോസസിനും ഉമ്മ കൊടുത്തു. നിങ്ങൾ പോയ കാര്യം എന്തായി മോനെ? റോസമ്മ തിരക്കി. എല്ലാം മംഗളമായി കലാശിച്ചമ്മേ. ഇനി രാജൻ യാതൊരു കുഴപ്പത്തിനും വരത്തില്ല. റോസമ്മയുടെയും ലിസിയുടെയും നെറ്റിച്ചുളിഞ്ഞു. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? വല്ല കുഴപ്പമുണ്ടാക്കിയോ? റോസമ്മയ്ക്ക് സംശയമായി. ആൽബർട്ട് ഒന്ന് ചിരിച്ചു. ഈ നേരത്ത് പരമുവിൻ്റെ ഷാപ്പിലെ തിരക്ക് ഒഴിയാറായിരുന്നു. തുറയുടെ വടക്കുഭാഗത്താണ് ഷാപ്പ്, ഒരു മൂലയിൽ. ബാക്കി വന്ന കള്ളിന് അരികിൽ ഇരിക്കുകയായിരുന്നു ലാസർ. അവൻ്റെ അരികിൽ തന്നെയുണ്ടായിരുന്നു വെടിമണിയൻ. ലാസറിൻ്റെ നിഴലായി സദാ കാണും മണിയൻ. നാക്കു വളച്ചാൽ കള്ളമേ പറയൂ. അതുകൊണ്ടാണ് എല്ലാവരും അവനെ വെടി എന്നുകൂടി ചേർത്ത് വിളിക്കുന്നത്. ലാസറിന് 25 വയസ്സിൽ കൂടുതൽ കാണില്ല. നല്ല ആരോഗ്യം, ഇരുനിറം, ചുരുണ്ട തലമുറി. നല്ല മീൻപിടുത്തക്കാരനാണ്. പക്ഷേ കള്ളും കഞ്ചാവുമാണ് ഇഷ്ടസാധനങ്ങൾ. അതൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് വെടിമണിയനും. ലാസർ കുപ്പിയിൽ ബാക്കി വന്ന കള്ള് തൻ്റെയും മണിയൻ്റെയും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. നിർത്തിയേക്കാമടാ. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ. ഇരുവരും ഗ്ലാസ് കാലിയാക്കി. പരമുചേട്ടാ, എത്രയായി? പരമു തുക പറഞ്ഞു. 55 വയസ്സ് കാണും പരമുവിന്. ശോഷിച്ച ശരീരമാണെങ്കിലും വലിയ മീശയുണ്ട്. അതൊരു വില്ലിൻ്റെ ആകൃതിയിലാണ്. ഷർട്ടിൻ്റെ മടക്കി വെച്ച കൈക്കുള്ളിൽ നിന്ന് ലാസർ പണമെടുത്ത് കൊടുത്തു. എതിരെയുള്ള ബെഞ്ചിൽ 2 പേർ കൂടി ഫിറ്റായി ഇരിപ്പുണ്ട്. എന്നാലും ആ കേസ് പിൻവലിക്കാമെന്ന് പറയണ്ടായിരുന്നു ആശാനെ. മണിയൻ പറഞ്ഞു. ഏത് കേസ്? അടിപിടിയേ? ആ ജോർജ് കുട്ടിയുമായിട്ടുള്ള? ഇല്ലെങ്കിൽ എത്ര തവണ കോടതിയിൽ കയറിയിറങ്ങി നടക്കേണ്ടി വരുമെന്ന് അറിയാമോടാ? ആൽബർട്ട് ചയൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഏത് ആൽബർട്ട് ചയൻ? ഇതാ ആശാൻ്റെ ഒരു കാര്യം. അയാളത് പറഞ്ഞത് ആ ജോർജ് കുട്ടിയെ രക്ഷിക്കാനല്ലയോ? കോടതിയിൽ പോയാൽ അവന് ശിക്ഷ കിട്ടുമായിരുന്നു, 3.5 തരം. അതുണ്ടാകാതിരിക്കാൻ അവൻ കണ്ടെത്തിയ മാർഗമല്ലേ ഇത്? ലാസറിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. ആണോ? എന്താ സംശയം? മണിയൻ വല്ലാതൊന്ന് ചിരിച്ചു. ഈ ആൽബർട്ട് ചയൻ്റെ ചില നേരത്തെ പണി കാണുമ്പം എനിക്ക് ചൊറിഞ്ഞു വരും. അതെന്നാടാ? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, അയാൾ ആരാ? ഈ കടപ്പുറത്തെ രാജാവോ? ഏയ്, അച്ചായന് അങ്ങനെയൊന്നുമില്ല. മാന്യമായിട്ട് ജോലി ചെയ്യുന്നു, തൻ്റെ കാര്യം നോക്കുന്നു. ഓ പിന്നെ, അയാളൊരു പുണ്യാളൻ. നമ്മളെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ലാസർ അസ്വസ്ഥനായി. ചിന്തിക്കണം. മണിയൻ വിടാനുള്ള ഭാവമില്ല. പരം ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും വെള്ളം അടിച്ചിട്ട് പറയുന്നതല്ലേ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. മണിയൻ തുടരുകയാണ്. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ കടപ്പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അയാൾ എന്തിനാ ഇടപെടുന്നത്? ലാസർ മറുപടിയൊന്നും പറയാതെ മണിയനെ തന്നെ നോക്കിയിരുന്നു. അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. മണിയൻ പറയുന്നു. എങ്ങാണ്ടൊന്ന് അമ്മയും മക്കളും ഇവിടെ വന്ന് പറ്റിയ മണ്ണായിരുന്നു ഇവിടെ. അവരങ്ങ് വേര് പിടിച്ചു. അവനങ്ങ് വളർന്നു. ആശാനും ഞാനുമൊക്കെ ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ. ആശാൻ ഈ തുറയിലെ രാജാവാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ട് വേണം എനിക്കൊന്ന് വലസാൻ. ലാസർ ചിന്തയിലാണ്. അത് മണിയൻ്റെ ഉത്സാഹം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ ആ ജോർജ് കുട്ടി പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാമോ? അവനെയും ആൽബർട്ട് ചായനെയും പേടിച്ചിട്ടാ ആശാൻ കേസ് പിൻവലിച്ചതെന്ന്. അങ്ങനെ പറഞ്ഞോ? ലാസറിൻ്റെ ഭാവം മാറി. വയറ്റിൽ കള്ളു തിളച്ചു. തലച്ചോറിൽ അതിൻ്റെ ഇരമ്പലുണ്ടായി. പറഞ്ഞോന്നോ? ഏതായാലും ആശാന് അത് വലിയ മോശമായിപ്പോയി. ലാസർ ചാടി എഴുന്നേറ്റു. നീ വാ. അവനങ്ങനെ പറഞ്ഞെങ്കിൽ അതറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇത് ആശാൻ്റെ സ്വഭാവം. വെട്ടൊന്നും മുറി 2. ഏതായാലും വന്നത് വന്നു. ഇനി നമ്മൾ നോക്കിയും കണ്ടു ഓരോന്ന് ചെയ്താൽ മതിയെന്നായി. വാ, പറഞ്ഞു തരാം. ഇടർന്ന കാലുകളോടെ ഇരുവരും പുറത്തിറങ്ങി. മങ്ങിയ നാട്ടുവെളിച്ചമുണ്ട്.
തിരമാല തലപ്പത്ത് വെള്ളിയുടെ തിളക്കം കാണാം. പൂഴിമണലിലൂടെ അവർ നടന്നു. ആശാനെ, ഇനിയും അവസരം വരും. ആൽബർട്ടച്ചായം വല്ലതും പറഞ്ഞുകൊണ്ട് വന്നാൽ പോടാ പുലിയെന്ന് മുഖത്ത് നോക്കി അങ്ങ് പറയണം. നീ ഞങ്ങളെ ഭരിക്കണ്ടാന്നോ? ഏറ്റു. ഉറപ്പാണല്ലോ? ഉറപ്പ്. അതുപോലെ ആ കിളിയുണ്ടല്ലോ, ആശാൻ്റെ മാർത്ത, ചത്താലും അവളെ ആ നാറി ജോർജ് കുട്ടി കൊണ്ടുപോകരുത്. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാടാ മണിയെ. അവളെ കൊണ്ടുപോകാൻ അവൻ ശ്രമിച്ചാൽ കൊടലെടുക്കും ഞാൻ. അതാ വേണ്ടത്. നടന്ന് അവർ ബാലശാന്തയുടെ വീടിന് മുന്നിൽ എത്തിയിരുന്നു. ശാന്ത ഒറ്റയ്ക്കാണ് താമസം. 35 വയസ്സ് കഴിഞ്ഞ അവളെ മക്കളില്ല എന്ന കാരണത്താൽ ഭർത്താവ് ഉപേക്ഷിച്ചു. അത്യാവശ്യക്കാർക്ക് ശാന്ത സഹായം ചെയ്യാറുണ്ടെന്നാണ് തുറയിലെ സംസാരം. ലാസർ അങ്ങോട്ട് നോക്കി. പകുതി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചം കണ്ടു. എന്താ ആശാനെ, അങ്ങോട്ട് കയറുന്നോ? മണിയെ ചോദിച്ചപ്പോൾ ലാസർ ഒന്ന് സംശയിച്ചു നിന്നു. പിന്നെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് വേണ്ട. പതിവ് നേരത്തെ തന്നെ ആൽബർട്ട് വള്ളം കടലിലേക്ക് തള്ളിയിറക്കി. പിന്നെ അതിൽ ചാടിക്കയറി. കഥ തുടരും.